നൈസ്. ഈ മെട്രോ പോകുന്നത് വെസ്റ്റ് സ്റ്റേഷനിലേക്കാണ്. ഇപ്പൊ നമ്മൾ നിൽക്കാൻ പോകുന്ന സ്റ്റോപ്പിന്റെ പേരാണ് ആലുവ. ഇവിടെ ഞങ്ങൾ പറയാറ് ആലുവ എന്നാണ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. നമ്മൾ അങ്ങനെ ഇങ്ങനെ ബെൽജിയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടുഡേ നമ്മൾ പോകുന്നത് നോക്ക ഹൈസ് എന്ന് പറഞ്ഞൊരു ബീച്ച് ഏരിയയിലേക്കാണ്. അത് എന്ന് പറയുന്നത് ബെൽജിയൻ പ്രൊവിൻസിലെ വെസ്റ്റ് ഫ്ലാൻഡേഴ്സിൽ വരുന്ന ഒരു ഏരിയ ആണത്. അവിടെയാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബീച്ചസ് ഏരിയ വരുന്നത് അവിടെയാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് അതൊരു മോർ കഫേസ്, മോർ ബീച്ച് ഏരിയ ഭയങ്കര ഫേമസ് ആയുള്ളൊരു സ്പോട്ടാണ്. ആൻഡ് നമ്മളിവിടുന്ന് ട്രെയിൻ എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളൊരു 3 ട്രെയിനൊക്കെ മാറി കയറി ഇവിടെ നോക്ക് ഹൈസിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ സ്ഥിരം ബഡീസ് എല്ലാവരും ഇവിടുത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്ക് ഹൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞതൊരു ബീച്ച് ഏരിയ ആണ് ഈ ഏരിയ മൊത്തത്തിൽ. ആൻഡ് സോ ഇവിടുത്തെ ഈ ട്രീസ് ആൻഡ് ഇവിടുത്തെ കഫേസൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് അതല്ലാതെ ഈ ഒരു ഏരിയയ്ക്ക് ഒരു ഫേമസ് ആയ ഒരു ഫെസ്റ്റിവലാണ്, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഫയർ വർക്ക് ഫെസ്റ്റിവൽ. യെസ് ഗൈസ്, ഇവിടുത്തുകാരും നമ്മുടെ ഈ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. പക്ഷേ നമ്മുടെ അടുത്ത പോലെ അല്ല, ഇതൊരു വെറൈറ്റി ഫയർ വർക്ക്സ് ആണ്. ആക്ച്വലി 4 കൺട്രീസായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മൾ വന്നതിൻ്റെ അന്നൊരു 4 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ ഫെസ്റ്റിവൽ. പക്ഷെ അന്ന് ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരും. സോ അത് നമുക്ക് മിസ്സായി. എനിക്ക് തോന്നുന്നു ലിത്വാനിയ, ഫിലിപ്പൈൻസ്, സ്പെയിൻ, ഡെൻമാർക്ക്, ഈ 4 കൺട്രീസാണ് അന്ന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് വിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് പരിപാടീസൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ബീച്ച് സൈഡിലേക്ക് എത്തി. ഇവിടെ കുറേ പാരാഗ്ലൈഡിങ് ടീംസ് കാണുന്നുണ്ട്. അവിടെ ഇഷ്ടം പോലെ പാരാഗ്ലൈഡിങ് ടീമുണ്ട്. നമ്മൾ ഇവിടെ നമ്മൾ ഓൾറെഡി കഴിക്കാനും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഇതൊക്കെ വിരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യുവാണ്. ആൻഡ് മീൻവൈൽ നമ്മൾ ഇവിടെ കുറേ കഫേസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഒരു കഫേയിൽ ഞാൻ വിസിറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. സോ നമ്മളങ്ങനെ ബീച്ച് വൈബ്സ് എൻജോയ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ബീച്ച് ഏരിയയൊക്കെ ഒന്ന് ചില്ലൗട്ടാവാൻ ഇറങ്ങിയതാണ്. എന്താണ് പരിപാടി? അപ്പൊ ഇവരൊക്കെയാണ് ഞാൻ പറയാം ഇവിടെ ഫ്രണ്ട്സ്. ഓക്കെ, കാറ്റാ കേക്കത്തില്ല, ഒച്ചയിൽ പറയണം. ഓക്കെ, യെസ് യെസ്. ഓക്കെ, ആ നമ്മളെക്കാളും കൂടുതൽ ആവശ്യമാണോ ഇവിടെ ആണല്ലോ. സ്വപ്നയുടെ ഫാമിലി ഇപ്പോ കുറച്ച് ചിപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് കഴിക്കാൻ നല്ല തണുപ്പാണ് ഇപ്പോ. തണുപ്പുണ്ട്. അവിടെ വെള്ളമൊക്കെ ഇറങ്ങി ആക്ച്വലി. വെള്ളം കുറഞ്ഞോളൂ. ഞങ്ങളെല്ലാവരും കൂടി പിന്നെ മീറ്റ് ചെയ്യാൻ അതാണ്.
ഇവരുടെ ഫ്രണ്ട്സായിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ ബീച്ചിൽ വന്നതാണ്. അപ്പം ഇവിടെ ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിടാം. നേരത്തെ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആരെ പരിചയപ്പെടില്ലല്ലോ. പേരൊക്കെ പറഞ്ഞു തന്നോ? സജ്ജി, രഞ്ജിത്ത്. ആ 2 രഞ്ജിത്ത്. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ എല്ലാവരും? 5 വർഷം. ഇത് പിന്നെ അറിയാലോ. അപ്പം എങ്ങനെയുണ്ട് ബെൽജിയനിലെ ലൈഫ്? എങ്ങനെയുണ്ട്? നിങ്ങളിവിടെ കുറേ നാളല്ലോ വന്നിട്ട്? നാട് മിസ്സിംഗ് ആണ് എപ്പോഴും. പിന്നെ സമ്മർ അടിപൊളിയാണ് ഇവിടെ. സമ്മർ വൈബ്സ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയാം എങ്ങനെയുണ്ട് ബെൽജിയൻ ലൈഫ്? എങ്ങനെയുണ്ട്? അവിടെയോ? അടിപൊളി, കൊള്ളാം, പൊളിയാണ്. എങ്ങനെയുണ്ട് ബെൽജിയൻ ലൈഫ്? പേര് പറഞ്ഞില്ല. ലൈഫ് കൊള്ളാം, സൂപ്പറാണ്. ഇങ്ങനെയൊക്കെ പോകുന്നു ജീവിച്ച്. ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. നാട്ടിലെവിടെയാ? നാട്ടിൽ പത്തനംതിട്ട. ഇവിടെ പത്തനംതിട്ട, കണ്ണൂര്, പിന്നെ തൃശ്ശൂര്. യെസ്, അതേ പോണം. അതേ ഒരാൾ ഓടിപ്പോണ്. അവിടെ പറയാം. നാട്ടിലെവിടെ? കണ്ണൂർ. നാട്ടിലെവിടെ? ഫ്രണ്ട്സ്, അപ്പം നമ്മളിവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബീച്ചൊക്കെ ഏകദേശം കാലിയായി തുടങ്ങി. യെസ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിവിടെ ഏകദേശം ചലിക്കാനുള്ള സമയമായി. ഇപ്പം ഇവിടെ രാത്രി 8:30 കേട്ടോ. 8:30 ഇവിടെ ഈ വേല്. ഞാൻ പല വീഡിയോസ് പറഞ്ഞ പോലെ സമ്മർ ടൈമിൽ ഇവിടെ എങ്ങനെയാണ്. ഇവിടെ ഒരു രാത്രിയാവാൻ ഏകദേശം ഒരു 9:30 ആവും, 9:45 ആ സമയമൊക്കെ ആവും. ഇത് ബീച്ച് വൈബ്സ്. ബീച്ചിൽ ആൾക്കാർ ഇപ്പോൾ കുറഞ്ഞു. നമ്മൾ നേരത്തെ വന്നേക്കാൾ ഇപ്പോൾ ഒട്ടും ആളില്ല. ഇവിടെ കുറേ അയാളുടെ പേരെന്താ? ആവണി. യെസ്. ഇത് മിഷേലുണ്ട്. ഇയാളുടെ പേരെന്താ? യാശ്വി. മിഷേൽ അവിടെ ഉണ്ട്, നമ്മുടെ ജുവാൻ അവിടെ ഉണ്ട്, അയാൻ അവിടെ ഉണ്ട്.